സ്നേഹമുള്ളവരെ, നോമ്പുകാല ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. നാം കണ്ടു പർദീസായിലെ 3 പ്രലോഭനങ്ങൾ. അത് ക്രിസ്തുനാഥൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ പർദീസായിലെ പ്രലോഭനങ്ങൾ ക്രിസ്തുവിൽ ആവർത്തിക്കപ്പെടുന്നു. കാണാവുന്ന പഴം, കൊള്ളാവുന്ന പഴം ഹവ്വായെ കാണിച്ചെങ്കിൽ ക്രിസ്തുവിന് കാണാവുന്ന ദേശം മുഴുവൻ ആ സാത്താൻ കാണിച്ചു കൊടുത്തു, കണ്ണുകളുടെ ദുരാശയിലേക്ക് നയിക്കാൻ. ഹവ്വായിക്ക് പഴം തിന്നാൻ തോന്നിയെങ്കിൽ ക്രിസ്തുവിന് കല്ലിനെ അപ്പമാക്കി കഴിക്കാൻ തോന്നി, ജഡത്തിൻ്റെ പ്രലോഭനം. ഹവ്വായിക്ക് ദൈവമാകാൻ ആഗ്രഹം തോന്നിയെങ്കിൽ ദൈവത്തിനല്ലേ എന്നൊരു ചിന്ത ക്രിസ്തുവിലും വന്നു. സംഭവിച്ചത്, ആദി മാതാപിതാക്കൾക്ക് പ്രലോഭനമുണ്ടായി, അവർ പ്രലോഭിതരായി. യേശുവിന് പ്രലോഭനമുണ്ടായി, യേശു പ്രലോഭിതനായില്ല. നമുക്കും ഉണ്ടാകും പ്രലോഭനം. ദേഹത്തിൻ്റെ പ്രലോഭനം, ഭക്ഷണത്തിൻ്റെ പ്രലോഭനം, അഹന്തയുടെ പ്രലോഭനം. അതുണ്ടാകും, മാനുഷികമാണ്. പക്ഷെ അതിന് അടിമയാകരുത്. അതിജീവിക്കാൻ പറ്റും. അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. അതിജീവിക്കാൻ പറ്റും, എല്ലാവർക്കും സാധിക്കും. അങ്ങനെ സാധിക്കണം. അവിടെയാണ് നോമ്പിൻ്റെ വിജയം എന്ന് പറയുക. തലയുടെ മുകളിലൂടെ പറക്കുന്ന പക്ഷിയെ ആർക്കും തടയാൻ പറ്റില്ല. പക്ഷെ ആ പക്ഷി തലയിൽ മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിച്ച് പോകുന്നത് തടയാൻ പറ്റും. ചിന്തകൾ, പ്രലോഭനങ്ങളെ തടയാൻ പറ്റില്ല. പക്ഷെ അതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ക്രിസ്തു നിക്കോദേമോസിനോട് പറയുന്നു, നിക്കോദേമോസേ, നീ വീണ്ടും ജനിക്കണം. ജനനത്തിൽ ഒരു നൊമ്പരമുണ്ട്, പ്രസവവേദനയുണ്ട്. ജനനത്തിൽ ഈ നൊമ്പരം, പ്രസവവേദന, ഈറ്റുനോവ് നമ്മളും അനുഭവിക്കണം. പല കാര്യവും പറയാൻ തോന്നും. അത് വേണ്ടാന്ന് വെക്കുമ്പോൾ ഒരു നൊമ്പരമുണ്ടല്ലോ. പലതും കഴിക്കാൻ തോന്നും. അത് വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരു നൊമ്പരമുണ്ടല്ലോ. പലതും ആകർഷകമാണ്. അതിനോടൊക്കെ നോ പറയുമ്പോൾ ഒരു നൊമ്പരമുണ്ട്. ഈ നൊമ്പരമാണ് നോമ്പിൻ്റെ നൊമ്പരം എന്ന് പറയുക. അപ്പം അങ്ങനെ ഒരു നൊമ്പരം. ഉദാഹരണം, ഭക്ഷണം നമ്മൾ വേണ്ടാന്ന് വെക്കും. ഭക്ഷണം വേണ്ടാന്ന് വെക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് ഒരു ആത്മബലമാണ്, ഒരാത്മശക്തിയാണ്. ഒരു തീരുമാനമെടുത്താൽ അതിലോ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുക. നോമ്പുകാലത്ത് ഭക്ഷണം വെടിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? നോമ്പല്ലാത്ത കാലത്ത് ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കി, ബഹുമാനപ്രഭു കാണിച്ചു. ഭക്ഷണത്തോട് ഞാൻ കാണിച്ച അനാദരവിന് ഞാൻ ഉപവാസം വഴി പരിഹാരം ചെയ്തു. എൻ്റെ ദേഹം തിന്നാനും സുഖിക്കാനും മതിക്കാനും ആഗ്രഹിക്കുമ്പോൾ, അതിനെ നിയന്ത്രിക്കുമ്പോൾ എൻ്റെ ദേഹത്തിൻ്റെ മേൽ ഞാൻ ആധിപത്യം നേടുന്നു. ഒരുപാട് മനുഷ്യർ ഭക്ഷണമില്ലാതെ വിശന്ന് മരിക്കുമ്പോൾ അവരോട് ഞാൻ താതാത്മ്യം പ്രാപിക്കുന്നു. ഒപ്പം എന്നെ തന്നെ വിശദീകരിക്കുന്നു. 40 രാവും 40 പകലും തപസ്സിരുന്ന ഉപവാസമെടുത്ത ക്രിസ്തുവിനോട് ഞാനും ചേർന്ന് നിൽക്കുന്നു. ഈ അരൂപിയിൽ നോമ്പ് കാലങ്ങളെ നമ്മൾ കാണും. നോമ്പ് വർജിക്കലല്ല, ആർജിക്കലാണ്. വർജിക്കലുമുണ്ട്, ആർജിക്കലുമുണ്ട്. മാംസം വർജിക്കുന്നു, മത്സ്യം വർജിക്കുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വർജിക്കുന്നു. വർജിക്കലുണ്ട്. ആ വർജിക്കലിൽ ഒരു പുണ്യമില്ല. അത് ഒന്ന് വർജിക്കുമ്പോൾ മറ്റൊന്ന് ആർജിക്കണം. കൂടുതൽ സമയം ബൈബിൾ വായിച്ച് വചനം ആർജിക്കണം. പ്രാർത്ഥിച്ച് ദൈവിക ശക്തി ആർജിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആർജിക്കണം. അങ്ങനെ ആർജിച്ച് വളരാനാ ദൈവം നമ്മളെ വിളിക്കുക. ഫലപ്രദമായ ഒരു നോമ്പുകാലം നമുക്ക് ജീവിക്കാം. പ്രലോഭനങ്ങളെ അതിജീവിച്ച ഗുരുവിൻ്റെ മാതൃക നമുക്കുണ്ടായിരിക്കട്ടെ. ഏത് കാറ്റിലും പറക്കുന്ന പതിരായി മാറാതെ, കൊടുങ്കാറ്റിൽ ഒലഞ്ഞ് ഒടിഞ്ഞു പോകുന്ന ഒരു മരമായി മാറാതെ, പാറയുടെ കരുത്തോടെ, ഉൾക്കരുത്തോടെ പീഡനുഭവിച്ച ക്രിസ്തുവിനോട് ചേർന്ന് നമുക്കും യാത്ര ചെയ്യാം. ആ യാത്രയ്ക്ക് നോമ്പുകാലത്തിൻ്റെ ചെറുതും വലുതുമായ പരിത്യാഗങ്ങൾ ഉൾക്കരുത്ത് തരട്ടെ, ആത്മാവിന് ശക്തിയും തരട്ടെ. ഈശോയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ.